നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 28-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ഈ ഒരു വിഷുവിന് മുൻപായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, വിവിധ ജില്ലകളിൽ അന്തരീക്ഷ താപം വലിയ തോതിൽ ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും പുറത്തിറങ്ങുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ജില്ലകളിൽ അന്തരീക്ഷ താപം സാധാരണയിൽ കൂടുതലായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കൂടാതെ വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങളും ചിക്കൻ ബോക്സ് പോലുള്ള പകർച്ചവ്യാധികളും പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിക്കണം. ചൂടിന് കാഠിന്യമേറുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കാം. മദ്യം, ചായ, കാപ്പി, കോള തുടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം. വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണം. കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തി പോകുവാനും പാടില്ല. അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ ഇടപെടൽ. പെട്രോൾ, ഡീസൽ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. 10 രൂപ വീതമാണ് കുറച്ചത്. ഇതോടെ ഡീസലിന്റെ എക്സൈസ് നികുതി പൂർണ്ണമായും ഒഴിവാക്കി. 13 രൂപയാണ് പെട്രോളിന്റെ എക്സൈസ് നികുതി. 3 രൂപയായിട്ടാണ് കുറച്ചത്. നിലവിൽ പെട്രോളിന് 24 രൂപയുടെയും ഡീസലിന് 30 രൂപയുടെയും നഷ്ടം സഹിച്ചാണ് എണ്ണ കമ്പനികൾ ഇന്ധനം വിപണിയിൽ എത്തിക്കുന്നത്. നികുതി കുറച്ചതോടെ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കമ്പനികൾക്ക് സാധിക്കും. കഴിഞ്ഞ ദിവസം സ്വകാര്യ മേഖലയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ നയാര വില കുത്തനെ കൂട്ടിയത് ജനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, മധ്യപൂർവ്വ ഏഷ്യയിൽ നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്രവീകൃത പെട്രോളിയം വാതകം വിതരണത്തിൽ രാജ്യവ്യാപകമായി നിയന്ത്രണങ്ങളും വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് സെക്രട്ടറി കൺവീനറായും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ മെമ്പർമാരായും ഒരു സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിത രീതിയിലായിരിക്കും. സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിർദ്ദിഷ്ട മേഖലകൾക്ക് മുൻഗണന നൽകിയായിരിക്കും വിതരണം നടത്തുക. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ശമ്പള കമ്മീഷന്റെ ശമ്പള പരിഷ്കരണ പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിലാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. പെൻഷൻ 25,740 രൂപയായി വർദ്ധിപ്പിക്കുമോ, അതുപോലെ തന്നെ 186% വർധനവ്, ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പിലാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഉറ്റുനോക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭ 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിക്കുകയും വിജ്ഞാപനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2.86 എന്ന സിഗ്മെന്റ് ഘടകത്തിൽ ജീവനക്കാർക്കുള്ള പുതിയ നിയമം അടിസ്ഥാന ശമ്പളം 51,480 രൂപയായും പെൻഷൻകാർക്കുള്ള പുതിയ മിനിമം അടിസ്ഥാന പെൻഷൻ 25,740 രൂപയായും വർദ്ധിക്കും. അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപനം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2,500 രൂപയാക്കും എന്നുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 2,500 രൂപയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതുവരെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക എന്ന് പറയുന്നത് 2,000 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ തുകയിൽ കുടിശ്ശികയുമുണ്ട്. ഇവർ അംശാദായം അടച്ച പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. 18 മാസത്തെ കുടിശ്ശികയുള്ളതിൽ 5 മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യാനായി തീരുമാനിച്ച് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുള്ളത്. 8,000 രൂപയാണ് വിതരണത്തിനായി നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള പെൻഷൻ തുകയും ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ലഭിക്കാനുണ്ട്. മാർച്ചിൽ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ ഒരു മാർച്ച് അവസാന വാരത്തിൽ, അതായത് 31-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. 4,000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവും. വിഷുവിന് മുൻപായാണ് ഈ ഒരു തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക.
പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.